ഹലോ ഗൈസ്, വെൽക്കം ടു ടെയിൽ ഫ്രോക്ക്. നമ്മളിന്ന് കാണാൻ പോകുന്നത് റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ സിനിമയാണ്. 2015 പുറത്തിറങ്ങിയ ദ ബ്യൂട്ടി ഇൻസൈഡ്. ഈ സിനിമ തുടങ്ങുന്നത് നമ്മുടെ നായകനായ വൂജിനെ കാണിച്ചുകൊണ്ടാണ്. അവനൊരു പ്രത്യേക കണ്ടീഷനുണ്ട്. അവൻ ഓരോ ദിവസവും ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ അവൻ പുതിയ പുതിയ ശരീരങ്ങളിലായിരിക്കും. ഒരു ദിവസം ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത് ഒരു കുട്ടിയുടെ ശരീരത്തിലാണെങ്കിൽ പിറ്റേ ദിവസം അവൻ ഉറങ്ങി എണീക്കുന്നത് ഒരു വൃദ്ധന്റെ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ രൂപത്തിലായിരിക്കും. അങ്ങനെ സ്ഥിരമായി ഒരു രൂപം, ഒരു ശരീരം അത് വൂജിനുണ്ടായിരുന്നില്ല. അതാണ് അവന്റെ കണ്ടീഷൻ. ഓരോ ദിവസവും പലതരത്തിലുള്ള ശരീരങ്ങളിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ വീട്ടിൽ എപ്പോഴും പല സൈസുകളിലുള്ള ഡ്രസ്സുകളും ചെരുപ്പുകളും ഒക്കെ അവൻ എപ്പോഴും സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. ചില സമയങ്ങളിൽ കാഴ്ചശക്തി വരെ വളരെ വ്യത്യസ്തമായതിനാൽ വ്യത്യസ്ത പവറിലുള്ള കണ്ണടകൾ വരെ അവൻ സൂക്ഷിച്ചിട്ടുണ്ട്. വൂജിൻ ഒരു ഫർണിച്ചർ ഡിസൈനറാണ്. നല്ല അടിപൊളി ഡിസൈനുകൾ അവൻ തന്നെ വരച്ചുണ്ടാക്കും. അവൻ തന്നെ അതുണ്ടാക്കും, എന്നിട്ട് ഓൺലൈനായിട്ട് സെല്ല് ചെയ്യും. ഇതാണ് അവന്റെ ജോലി. ഓൺലൈനായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഐഡന്റിറ്റി ഒന്നും ഒരു പ്രശ്നമില്ലല്ലോ. ഇവന് ആദ്യമായി ഇങ്ങനെ ഒരു രൂപമാറ്റം സംഭവിക്കുന്നത് അവന് 18 വയസ്സുള്ളപ്പോഴാണ്. അന്ന് അവന്റെ ബർത്ത്ഡേ ആയിരുന്നു. പതിവ് പോലെ സ്കൂളിലേക്ക് പോകുന്നതിന് വേണ്ടി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴാണ് അവനത് കാണുന്നത്. അവന്റെ രൂപം മാറിയിരിക്കുന്നു. ആദ്യം അവൻ വിചാരിച്ചത് അതൊരു സ്വപ്നമാണെന്നാണ്. എന്നാൽ അത് സ്വപ്നമായിരുന്നില്ല, അത് റിയാലിറ്റി ആയിരുന്നു. അവൻ ആകെ പേടിച്ചു പോവാണ്. അവൻ നേരെ അവന്റെ അമ്മേന്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് അമ്മേനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയാണ്. അവന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അമ്മയും ആകെ പേടിച്ചു പോകുന്നുണ്ടെങ്കിലും അമ്മ അവനെ മെല്ലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ആ ശൈലിയിൽ തന്നെ ജീവിച്ചു പോകാനായിട്ട് അവനെ ഹെൽപ്പ് ചെയ്യുകയാണ്. ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് തന്നെ അവന്റെ പഠിത്തമൊക്കെ പകുതി വെച്ച് നിന്നു പോവാണ്. വൂജിനാക്ക് ഭയങ്കര വിഷമമാണ്. അവന്റെ കൂടെ പഠിച്ചിരുന്ന അവന്റെ ഫ്രണ്ട്സൊക്കെ സ്കൂൾ ടൈമൊക്കെ നന്നായി എൻജോയ് ചെയ്ത് അവർ പല ജോലികളൊക്കെ ആയിട്ട് പല വഴിക്ക് പോവാണ്. പക്ഷേ വൂജിന് മാത്രം സ്കൂളിലൊന്നും പോകാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് അവന്റെ അമ്മയുടെ കൂടെ ആ വീട്ടിൽ തന്നെ കഴിഞ്ഞു ഓടുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം വൂജിനെ കാണാനായിട്ട് അവന്റെ കട്ട ചങ്ക് വരുന്നത്. അവന്റെ പേര് സാങ് ബേക്ക് എന്നാണ്. നമുക്കൊരു എളുപ്പത്തിന് വേണ്ടി സാങ് എന്ന് വിളിക്കാം അല്ലേ. സാങ് വീട്ടിൽ വന്നപ്പോ വാതിൽ തുറന്നത് ഒരു വയസ്സായ സ്ത്രീയാണ്. അപ്പോൾ സാങ് വിചാരിച്ചു ഇത് വൂവിന്റെ അമ്മയായിരിക്കുന്നു. അപ്പോൾ സാങ് അവരോട് പറയാണ്, എനിക്ക് എന്നെ ഓർമ്മയില്ലേ, ഞാൻ പണ്ട് വൂജിന്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആശ നല്ല രീതിക്ക് തള്ളി മറിക്കുകയാണ്. പക്ഷെ കുറെ നേരം സംസാരിച്ചിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് തീരെ സംസാരിക്കുന്നില്ല. അപ്പൊ ഇവൻ ആകെ സംശയമായി. ഇവൻ എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, എന്ത് പറ്റി, നിങ്ങൾ വല്ല ഡിപ്രഷനിലൊക്കെ ആണോ? അതുമാത്രമല്ല, നിങ്ങൾ നല്ല രീതിക്ക് തടിച്ചിട്ടുണ്ടല്ലോ, ആദ്യം ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, മെലിഞ്ഞിട്ടായിരുന്നല്ലോ. അത് പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ഓവിന്റെ അമ്മ അങ്ങോട്ട് വരാണ്. അത് കണ്ടിട്ട് സാങ് ആകെ ഇതെന്താ സംഭവിക്കണേ, അപ്പൊ ഇത് ഓവിന്റെ അമ്മയല്ലേ എന്നൊക്കെ ആലോചിച്ച് കിളി പോയിട്ടിരിക്കുമ്പോഴാണ് ഊജിൻ തന്റെ കണ്ടീഷനെ പറ്റിയിട്ട് സാങ്ങിനോട് പറയുന്നത്. പക്ഷെ ആദ്യമൊന്നും അവൻ തീരെ വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവന്റെ മുന്നിലിരിക്കുന്ന ഈ വയസ്സായ തള്ളയാണ് അവന്റെ കട്ടച്ചെങ്കെന്ന് എങ്ങനെയാ അവൻ വിശ്വസിക്കുക? അതുകൊണ്ട് തന്നെ ഇവർ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് ഇവർക്ക് മാത്രം അറിയുന്ന കുറെ കാര്യങ്ങൾ ഓനോട് ചോദിക്കുകയാണ്. ഓ എല്ലാം മണി പോലെ ആൻസർ പറയുന്നത് കേട്ടിട്ട് സാങ്ങാകെ ഞെട്ടിത്തരിച്ചു പോവാണ്. പക്ഷെ ഇതൊക്കെ സത്യമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അവൻ ഇരുന്ന് നല്ല രീതിക്ക് ചിരിക്കുകയാണ്. ഇതെന്താ ഇങ്ങനെയെന്ന് വിചാരിച്ചിട്ട് ഊജിൻ അവനെ തന്നെ നോക്കുന്നുണ്ട്. എടാ നീ ഒരു അമ്മച്ചിയായോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ ഇരുന്ന് ചിരിയോട് ചിരി. പക്ഷെ ഈ ചിരിയൊക്കെ കണ്ടപ്പോ ഓന് വിഷമല്ലാണ്ടായത്. അവനും മെല്ലെ ചിരിക്കാൻ തുടങ്ങാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ പതിവായിട്ട് ഊവിനെ കാണാൻ വേണ്ടിയിട്ട് സാങ് അങ്ങോട്ട് വരാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗ്രാജുവലി കുറഞ്ഞു വരാണ്. എന്തല്ലേ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു പവർ. എന്തെങ്കിലും അസുഖമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിൽ വരെ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ കാണാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മൂടൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് മാറും. പിന്നെ അവിടെ ഒരു ആഘോഷമായിരിക്കുമല്ലോ. എന്തായാലും അതുപോലെ തന്നെ വൂജിന്റെ മൂടൊക്കെ മാറി അവൻ അങ്ങോട്ട് സെറ്റ് ആവാണ്. ഒരു ദിവസം സാങ് വൂവിനെ കാണാൻ വന്ന സമയത്ത് സാങ് പറയാണ്, എടാ എനിക്ക് ഈ ജോലിയൊക്കെ മടുത്തു, സ്വന്തമായിട്ട് എന്തെങ്കിലും യൂണീക്കായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് പറയണു. ആ സമയത്ത് വൂ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഐഡിയ പറയാണ്. ഒരു ഫർണിച്ചർ ഷോപ്പ് തുടങ്ങാനുള്ള ഒരു കിടിലൻ ഐഡിയ. ഓരോരുത്തരും ചെയറിലിരിക്കുന്നത് വളരെ യുണീക്കായിട്ടുള്ള രീതിയിലായിരിക്കൂലേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഓരോരുത്തരുടെ ശരീരത്തിനനുസരിച്ചുള്ള ഫർണിച്ചർ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കി കൊടുത്തുകൂടാ? ഈ ഐഡിയ കേട്ടവാതി കേൾക്കാത്ത വാതി സാങ് ചാടി എണീക്കുകയാണ്. മച്ചാനെ നീ പൊളിയാണ് കേട്ടോ, നമുക്ക് ഈ ഐഡിയ വെച്ചൊരു കമ്പനി തുടങ്ങാം. നീ ഡിസൈൻ ചെയ്യുന്നു, നമ്മളത് ഉണ്ടാക്കുന്നു, ഞാനത് വിൽക്കുന്നു. നല്ല ഐഡിയ. കമ്പനിക്ക് പേര് വരെ അവൻ ഒറ്റ ശ്വാസത്തിൽ ഇട്ട് വെച്ചു, ALX. അങ്ങനെ അവരവരുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇവരുടെ വർക്ക്ഷോപ്പിലേക്ക് ഇപ്പോൾ വോ മെല്ലെ വരാണ്. ആ സമയത്ത് സാങ് ഒരു ടേബിൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാങ് ആദ്യം വിചാരിച്ചത് ഇതേതോ കസ്റ്റമർ ആണെന്നാണ്. ആദ്യം ഭയങ്കര റെസ്പെക്ട് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും പിന്നീടാണ് അവന് മനസ്സിലായത് അത് വൂജിനാണെന്ന്. ഇത് നീയായിരുന്നു. നമ്മുടെ പുതിയ ഫർണിച്ചറിന്റെ മെറ്റീരിയൽ നീ സെലക്ട് ചെയ്തോ? അപ്പോൾ വൂജിൻ പറയും, ഞാനതൊക്കെ നേരത്തെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കണ്ടായിരുന്നു. എടാ നമ്മൾ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ രാജ്ഞിക്ക് വേണ്ടിയിട്ടുള്ള ഫർണിച്ചർ അല്ല, അതുകൊണ്ട് വില കുറഞ്ഞ മെറ്റീരിയൽ സെലക്ട് ചെയ്താൽ മതി എന്ന് പറയാണ്. എന്റെ പൊന്നു മോനെ, ഡിസൈനിങ് എന്റെ പണിയാണ്, അതുകൊണ്ട് നീ അതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ടെന്ന് വൂജിൻ അവനോട് പറയുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ടായാൽ
ഈ പുതിയ ഫർണിച്ചറിന് വേണ്ടിയിട്ട് ഒരു പിടി സെലക്ട് ചെയ്യാൻ വേണ്ടി ഊജിൻ അടുത്തുള്ള ഒരു ഫർണിച്ചർ ഷോപ്പിലേക്ക് വന്നേക്കാണ്. അവൻ അവിടെ ചെന്ന് പിടിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തായിട്ട് ഒരു പെൺകുട്ടീനെ കാണാണ്. അവളാണെങ്കിൽ അവിടുത്തെ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ കസ്റ്റമറോട്ട് നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊക്കെ നല്ല രീതിയിൽ സംസാരിച്ച് സെയിൽ ക്ലോസ് ചെയ്യാനായിട്ട് അവർക്ക് നല്ല ടാലൻ്റ് ഉണ്ട്. കസ്റ്റമർ ചോദിക്കുന്നത് അവർക്ക് പറ്റിയ ഒരു ചെയർ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ തൊട്ടടുത്ത് ഇരിക്കുന്ന ഒരു ചെയർ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ ചെയർ നിങ്ങൾക്ക് പറ്റിയ ഒരു ചെയറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ചെയറിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് ഉണ്ടാക്കിയേക്കുന്നത് ഒരു കപ്പലിൻ്റെ തടി കൊണ്ടാണെന്ന്. ആദ്യം അതൊരു മരമായിരുന്നു, പിന്നെ അതൊരു കപ്പലായി, ഇപ്പൊ അതൊരു ചെയറായിട്ടിരിക്കുന്നു. അത് തന്നെ ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമല്ലേ. എന്തായാലും ഇത് എടുത്തോളൂ, നിങ്ങൾക്ക് പറ്റിയൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും ഇതെന്ന് അവൾ ഇങ്ങനെ പറയാണ്. എന്നാൽ ഈ കാര്യം കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ ഭുവനാകെ അവളോട് ഭയങ്കരമായിട്ടൊരു ക്രഷ് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ അടുത്ത് പോയിട്ട് കുറേ നേരം സംസാരിക്കുന്നൊക്കെയുണ്ട്. ഫർണിച്ചറിന്റെ പിടിയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഊജിന് എന്തോ അവളോട് വല്ലാത്ത രീതിയിലൊരു അട്രാക്ഷൻ തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും തന്നെ ഊജിൻ അവളെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വരുന്നുണ്ട്. പക്ഷെ വരുന്നതെല്ലാം ഓരോരോ രൂപത്തിലായതുകൊണ്ട് അവൾക്ക് അവനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഇപ്പം ആ ഷോപ്പിൽ പോയിട്ട് അവളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് കുറേ വിസിറ്റിംഗ് കാർഡ് കിട്ടുമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവളെ പരിചയപ്പെട്ടിട്ട് ഒരു ഡേറ്റിന് കൂട്ടി കൊണ്ടുപോകണമെന്ന് അവൻ തീരുമാനിക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഒരു നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ശരീരം കിട്ടാൻ വേണ്ടിയിട്ട് അവൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസം അവൻ എണീറ്റ് നോക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു സ്ത്രീ ആയിട്ടായിരിക്കും എണീക്കുന്നുണ്ടാവുക, ദിവസം ഒരു കുട്ടിയായിട്ടായിരിക്കും എണീക്കുന്നുണ്ടാവുക. പക്ഷെ ഇവന് പറ്റിയ കറക്റ്റായിട്ടുള്ള ശരീരം കിട്ടുന്നില്ല. ഒരു പുരുഷനായിട്ടുള്ള ശരീരമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ലാസ്റ്റ് പ്രാർത്ഥിച്ചിട്ടിരിക്കുന്ന സമയത്തായിരിക്കും പറ്റിയ രീതിയിലുള്ള നല്ല യങ് ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ശരീരം അവന് കിട്ടുന്നത്. അവനങ്ങനെ നേരെ അവളുടെ അടുത്തേക്ക് പോവാണ്. ഒരു ചെയറോ എന്തോ വാങ്ങുന്നുണ്ട്. അത് വാങ്ങി അവൻ്റെ വണ്ടി കയറ്റാനായിട്ട് അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇവൻ ചോദിക്കുകയാണ്, ഇന്നൊരു ദിവസം നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചൂടെ, നീ എൻ്റെ കൂടെ ഡിന്നറിന് വരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവള് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാളല്ലേ, പെട്ടെന്നൊരു ദിവസം ഒരാൾ വന്നിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെങ്കിലും സമ്മതിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ പറയാണ്, ഇല്ല ഞാൻ കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞ് അവളിങ്ങനെ ഒഴിവാക്കുകയാണ്. പക്ഷെ ആ സമയത്ത് അവനിങ്ങനെ പറയുന്നുണ്ട്, പിന്നെ അങ്ങനെയാണെങ്കിൽ ഈവനിങ് ഞാൻ വരട്ടെ, ഈവനിങ് നമുക്ക് ഒരുമിച്ച് പോവാം, ഇന്ന് തന്നെ വേണമെന്ന് എന്താ അത്ര നിർബന്ധം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നത് ഇല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഉരുണ്ട് കളിച്ച് പറഞ്ഞ് ലാസ്റ്റ് അവളും സമ്മതിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരം ആയപ്പം അവളെ കൂട്ടാനായിട്ട് നമ്മുടെ ഊജിൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അവർ ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. അവളുടെ പേര് ഇൻസു എന്നാണ് കേട്ടോ. ഊജിൻ അവളെ നേരെ കൂട്ടിക്കൊണ്ടുപോയത് അവന്റെ വർക്ക്ഷോപ്പിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ ഇവന്റെ കുറെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്കാകെ ഭയങ്കരമായിട്ട് അത്ഭുതമാണ്. ഈ ബ്രാൻഡ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത് ഈ ബ്രാൻഡ് അവളുടെ ബോസിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇൻസുവിന്റെ ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബ്രാൻഡിലേക്ക് ഒരു മെയിൽ അയക്കാനായിട്ട്, അവരുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ മെയിലിൽ അവർ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ പറയുന്നുണ്ട് അവള്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ ഇവിടെയാണോ വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിന് അവൻ തലയാട്ട് മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ കൊണ്ടുവന്നിട്ടുള്ള ഭക്ഷണമൊക്കെ എടുത്തു വെച്ച് അവർ കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇൻസു കഴിക്കുന്നതിന് തൊട്ട് മുന്നേ അവിടെ ഉണ്ടായിരുന്ന ഒരു ചോപ്സ്റ്റിക് എടുത്തിട്ട് അവളുടെ ഹെയർ അപ്പോഴാണ് അവൾ കെട്ടിവെക്കുന്നത്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, ഇതെന്നാ നീ കഴിക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ മുടി കെട്ടുന്നത്? അപ്പോൾ അവൾ പറയാണ്, കഴിക്കാൻ ഞാൻ റെഡിയായെന്ന് ഞാൻ എന്നോട് തന്നെ പറയുന്നത് ഇങ്ങനെയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ ഒരുപാട് നേരം അവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവൻ്റെ ഫോൺ എടുത്തിട്ട് ടേബിളിൻ്റെ മുകളിലുണ്ടായിരുന്ന ഒരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് ഫോണിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം ഇസുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നുണ്ട്. അപ്പോൾ അവളുടെ ഒരു ഐഡിയ പറയാണ്, ഉള്ളിൽ സ്പീക്കർ വരുന്ന രീതിയിൽ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും, നമ്മൾ കഴിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോൺ അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മേശേൻ്റെ ഉള്ളിൽ നിന്ന് മ്യൂസിക് പ്ലേ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നല്ല രസമായിരിക്കില്ലേ എന്നവനോട് പറയുന്നുണ്ട്. അപ്പോൾ അവനും ആ ഐഡിയ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് ഇസുവിനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഊജിൻ അവളുടെ കൂടെ പോകുന്നതാണ്. അങ്ങനെ അവർ പോയി അവസാനം ഇസുവിന്റെ വീടിന്റെ മുന്നിൽ എത്തുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര റൊമാൻറ്റിക്കലായിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇസു പറയാണ്, ഓക്കെ ശരി ഞാനെന്നാ പോവാണ്, നീ എന്തായാലും വിളിക്കട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഊജിൻ ഓക്കെ എന്നാൽ ശരി ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. ഇസു വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അവൻ്റെ ചേച്ചിയും അച്ഛനും അവിടെ ഉണ്ടായിരുന്നു. നീ ഇന്ന് ഒരുപാട് ലേറ്റ് ആയല്ലോ, നമുക്ക് കഴിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ട് പറയണം, ഞാൻ കഴിച്ചിട്ടാണ് വന്നതെന്ന്. അപ്പോൾ തന്നെ അവളുടെ ചേച്ചിക്ക് മനസ്സിലായി ഏതോ പയ്യൻ്റെ കൂടെ കറങ്ങിയിട്ട് വരിക എന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ അച്ഛനോട് പറയുന്നുണ്ട് കേട്ടോ. ഇസു റൂമിലിരിക്കുമ്പോൾ പെട്ടെന്ന് നാളെ ഡിന്നർ കഴിക്കാൻ പോയാലോ എന്ന് വെച്ചിട്ട് ഊജിൻ്റെ മെസ്സേജ് വരികയാണ്. അത് കണ്ടപ്പോൾ അവൾ ചിരിച്ചിട്ട് നാളെ എനിക്ക് 6 മണി വരെ ജോലിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഊജിൻ പറയുന്നുണ്ട്, ഓ ശരി ഓക്കെ എന്നാൽ ഞാൻ നാളെ 6 മണിക്ക് എന്നെ കൂട്ടാൻ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ മെസ്സേജ് അയക്കുന്നുണ്ട്. ഫോൺ വെച്ച് കട്ട് ചെയ്തപ്പോഴാണ് അവൻ ആലോചിച്ചത്, അയ്യോ നാളത്തേക്ക് എൻ്റെ രൂപം മാറുമല്ലോ, ഇനിയിപ്പോൾ എങ്ങനെ അവളുടെ മുന്നിലേക്ക് പോവാന്നുള്ളത്. അപ്പോൾ അവനിങ്ങനെ കുറേ നേരം ആലോചിച്ചപ്പോൾ അവന് മനസ്സിലായി, ഉറങ്ങിയാലേ രൂപം മാറുള്ളൂ, അപ്പോൾ ഉറങ്ങാതിരുന്നാൽ പോരെ എന്ന് പറഞ്ഞിട്ട് അവനൊന്നും ഉറങ്ങുന്നില്ല കേട്ടോ. രാത്രി റെഡ് ബുള്ളും കാര്യങ്ങളൊക്കെ കുടിച്ച് ഉറങ്ങാതിരുന്നിട്ട് അവൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആശാൻ ഉറക്കം വന്നപ്പോൾ വേഗം അവൻ്റെ ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട്. എടാ അളിയാ ഒരു തമാശ കഥ പറയടാന്ന് പറഞ്ഞിട്ടാണ്
വിളിക്കുന്നത്. എടാ കള്ളപ്പന്നി, രാത്രി 12 മണിക്ക് വിളിച്ചിട്ടാണോ തമാശ കഥ പറയാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ട് നല്ല രീതിക്ക് ആട്ടി വിടുന്നുണ്ട് കേട്ടോ. അത് കേട്ടപ്പോൾ തന്നെ ഊജിന് മതിയായി. അവൻ മെല്ലെ ഫോൺ കട്ട് ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ പിന്നെ പഴയ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ഉറങ്ങാതെ പിടിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം 6 മണി ആയി കഴിഞ്ഞപ്പോൾ അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഊജൻ അങ്ങോട്ട് പോവാണ്. അവൻ അവളെയും കൂട്ടി അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു മ്യൂസിക് ലൈബ്രറിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ തന്നെ ഇസുവിനത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നുണ്ട്. കാരണം മ്യൂസിക് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ഊജിനും മ്യൂസിക് നല്ല ഇഷ്ടമാണ്. ഊജിൻ അവിടെ പോയിട്ട് ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. ആ മ്യൂസിക് വെച്ചപ്പോൾ തന്നെ ഇസുവിന്റെ മുഖത്ത് നല്ലൊരു എക്സൈറ്റ്മെന്റ് കാണുന്നുണ്ട്. അപ്പോൾ ഊജിൻ തന്നിട്ട് ചോദിക്കുകയാണ് എന്ത് പറ്റിയെന്ന്. അല്ല, നിങ്ങൾ ഈ മ്യൂസിക് വെച്ചപ്പോൾ ഞാനാകെ ഞെട്ടിപ്പോയി. കാരണം ഈ മ്യൂസിക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു മ്യൂസിക്കാണ്. കറക്റ്റായിട്ട് നിങ്ങൾ എങ്ങനെ വെച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ചിരിക്കുകയാണ്. ബേസിക്കലി അവരുടെ രണ്ടുപേരും ടേസ്റ്റ് ഒന്നാണെന്ന് അവർക്ക് മനസ്സിലാവാണ്. അവരവിടുന്ന് നേരെ പോയത് ഊജിന്റെ വർക്ക്ഷോപ്പിലേക്കാണ്. അവിടെ പോയിരുന്നിട്ട് ഇന്നലത്തെ പോലെ ഫുഡ് കഴിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അവരങ്ങോട്ട് പോവാണ്. അവിടെ ചെന്ന് ഫുഡെല്ലാം എടുത്ത് വെച്ച് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഇസു മുടി കെട്ടാൻ വേണ്ടിയിട്ട് ആ ചോപ്പ് സ്റ്റിക്ക് നോക്കുന്നുണ്ട്. പക്ഷെ അതവിടെ കാണുന്നില്ല. അപ്പോൾ അവളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഊജിൻ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു എയർ ബാൻഡ് എടുത്ത് അവൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവൾ ചിരിച്ചിട്ട് മുടി കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അവർ ഫുഡ് കഴിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇസു ചോദിക്കുന്നുണ്ട് നിനക്ക് ഇവിടെ എന്താ ജോലി എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടുത്തെ ഡിസൈനറാണ്. നീ ഇവിടുത്തെ ഡിസൈനറാണോ? ഓ അത് ശരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇവരിരുന്ന സ്ഥലത്തേക്ക് ലൈറ്റ് തെളിയാണ്. അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് ഊജിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവൻ ആ സ്ഥലത്തേക്ക് വരികയാണ്. ആശാൻ ഫോണിലൊക്കെ സംസാരിച്ചിട്ട് എന്തൊക്കെയോ ആരോടൊക്കെയോ തള്ളി മറിച്ചുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ നോക്കുമ്പോൾ ആരും കാണുന്നില്ല കേട്ടോ. അവൻ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നത്. ആ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് അവൻ ആ ടേബിളിന്റെ അടുത്ത് വന്ന് നോക്കുന്ന സമയത്ത് കുറെ ഫുഡും കാര്യങ്ങളൊക്കെ ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അവനിങ്ങനെ ആലോചിക്കും, ഇവന് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഉള്ള സാധനങ്ങളൊക്കെ എടുത്തൊന്ന് കളഞ്ഞിട്ട് പോയിക്കൂടെ. പിന്നെ അവൻ നേരെ പോകുന്നത് അവിടെ അടുത്ത് വെച്ചിട്ടുള്ള ഒരു ചെയർ ഉണ്ടായിരുന്നു. ലവേഴ്സിന് വേണ്ടി ഉണ്ടാക്കിയ ചെയർ ആണെന്നാണ് പറയുന്നത്. ആ ചെയറിന്റെ മുകളിൽ കയറി എന്നിട്ട് അവൻ എന്തൊക്കെയോ കോമാളിത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് ഊജിനും ഇസുവും അവിടെ ഉണ്ടെന്ന് അവൻ അറിയില്ലല്ലോ. അവൻ ഒറ്റയ്ക്കാന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഇവർ നല്ല രീതിയിൽ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അവൻ പറയുന്നത്, എടാ കൂട്ടുകാരാ, നീ വിചാരിച്ചോ ഈ ബാക്കി വന്ന വേസ്റ്റ് ഫുഡൊന്നും ഞാൻ കഴിക്കില്ലെന്ന്? എന്നാൽ നിനക്ക് തെറ്റിപ്പോടാ മോനെ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഫുഡ് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. ആ ഫുഡ് എടുത്ത് കഴിച്ചുകൊണ്ട് പുറത്തേക്ക് പോകണം. അപ്പോൾ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് ഇതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ മെല്ലെ പുറത്തേക്ക് വരികയാണ്. ഊജിനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ മെല്ലെ പെറുക്കി എടുക്കുകയാണ്. ആ സമയത്ത് ഇസു ആ ചെയറിന്റെ അടുത്ത് പോയി നോക്കുകയാണ് ഇതെന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഊജിൻ അവളെ നോക്കുമ്പോൾ അവൾ പറയുന്നത്, ഓ ഈ ചെയറിന്റെ ഉപയോഗം എന്താണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്ന്. എന്നിട്ട് അവർ രണ്ടുപേരും ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവളെ രാത്രി വീട്ടിൽ കൊണ്ടുപോയിട്ട് വീണ്ടും തിരിച്ച് ഊജിൻ അവന്റെ വർക്ക്ഷോപ്പിൽ വന്നിട്ട് വീണ്ടും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്ന് രാത്രി അവൻ ഉറങ്ങുന്നില്ല. പിറ്റേ ദിവസം വൈകുന്നേരം അവളെ കാത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ അവള് വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അങ്ങനെ അവളെയും കൂട്ടിയിട്ട് അവിടെ അടുത്തുണ്ടായിരുന്ന അവന്റെ അമ്മേന്റെ ഷോപ്പിലേക്ക് അവൻ പോവാണ്. അവിടെ ചെന്നിട്ട് പിന്നെ അവിടുത്തെ ഷോപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇസു ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ വരാറുണ്ടോ ഇടയ്ക്കുന്ന്? അപ്പോൾ ഊജിൻ പറയാണ്, ഇവിടെ വരുമ്പോഴാണ് എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. അവിടെ തൊട്ടടുത്ത് തന്നെ ഈ ത്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് മോതിരം അവിടെ വെച്ചിട്ടുണ്ട്. അത് ഇസു എടുത്തിട്ട് പറഞ്ഞെടുത്ത് കയ്യിലിടുകയാണ്. എന്നിട്ട് ഊജിന്റെ അടുത്ത് ചോദിക്കണം, നല്ല ഭംഗിയുണ്ടല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയാണ്. അപ്പോൾ ഊജിന്റെ കയ്യിലും ഉണ്ട് അതുപോലത്തെ ഒരു മോതിരം. അവനതെടുത്ത് അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും നോക്കിയിട്ട് ചിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ടേസ്റ്റ് ഒന്നാണെന്നുള്ള രീതിയിൽ. അങ്ങനെ അന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് ഇസുവിനെ വീട്ടിലേക്ക് വിടാൻ വേണ്ടിയിട്ട് ബസ് കാത്ത് നിൽക്കായിരുന്നു. അപ്പോഴാണ് ഊജിൻ ഭയങ്കരമായിട്ട് വായിക്കോട്ടെ ഇടുന്ന് കണ്ടത്. അപ്പോൾ ഇസു ചോദിക്കുകയാണ്, നീ എന്താ ഉറങ്ങാറില്ല? നിന്നെ കണ്ട ഇപ്പൊ ബോധം കെട്ട് വീഴുന്നു തോന്നല്ലോ. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. നാളെ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇസു പറയാണ്, അയ്യോ നാളെ എനിക്ക് നേരത്തെ വീട്ടിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇസുവിന് പോകാനുള്ള ബസ് വരുന്നത്. അങ്ങനെ ഇസുവിനെ ബസ്സിൽ കയറ്റി വിടുന്നുണ്ട്. വണ്ടി കുറച്ച് മുന്നോട്ടേക്ക് പോവാണ്. മുന്നോട്ടേക്ക് പോയി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും ബസ് മെല്ലെ നിർത്തി. അപ്പോൾ പിന്നാലെ നമ്മുടെ ഊജിനും ഓടി വരുന്നുണ്ട്. അവൻ ഓടി വന്ന് ബസ്സിൽ കയറി അവളുടെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് പറയുന്നു, അല്ല നാളെ വൈകുന്നേരം അല്ല നീ ഫ്രീ അല്ലാത്തുള്ളൂ, അങ്ങനെയാണ് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് കഴിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ചിരിച്ചിട്ട് ഓക്കെ പറയാണ്. അവൻ എത്ര കാലം ഇങ്ങനെ ഉറക്കം ഹോൾഡ് ചെയ്തിട്ട് അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് അവന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെ അന്ന് അവളെ വീട്ടിൽ കൊണ്ടിട്ടിട്ട് ഊജിൻ തിരിച്ച് ട്രെയിനിൽ വരികയാണ്. അതേ സമയത്ത് തന്നെ ഇസുവും അവളുടെ ചേച്ചിയും കൂടെ ഒരു ബെഡിൽ ഇങ്ങനെ ഒരു ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി ചോദിക്കുന്നുണ്ട്, നീ കുറച്ച് ദിവസമായിട്ട് ഒരു പയ്യന്റെ കൂടെ കറങ്ങുന്നുണ്ടല്ലോ, ആരാവെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇസു അവനെ പറ്റിയിട്ട് ഇങ്ങനെ പറയാണ്, അവൻ വളരെ നല്ലൊരു പയ്യനാണെന്നാ തോന്നുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പറ്റിയിട്ട് ഇങ്ങനെ പറയാണ്. എന്നാൽ ചേച്ചി അപ്പം തന്നെ ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പറയുന്നൊന്നും ചേച്ചി കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ട്രെയിനിലിരിക്കുന്ന ഊജിനെയാണ്. അവൻ അവിടെ ഇരുന്ന് ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു. കാരണം 2-3 ദിവസമായില്ല മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ കിടന്ന് നല്ല രീതിക്ക് ഉറങ്ങിയിട്ടുണ്ട്. അവൻ ആരോ വിളിക്കുന്ന സമയത്താണ് അവൻ എണീക്കുന്നത്. അവൻ എണീറ്റ് നോക്കുമ്പോൾ അവന്റെ രൂപമൊക്കെ ആകെ മാറി ഒരു വയസ്സായ ഒരാളുടെ രൂപത്തിലാണ് അവനുള്ളത്. അവനാകെ ഞെട്ടിപ്പോവാണ്. ഊജിനാകെ നല്ല രീതിക്ക് വിഷമായി. അവൻ മെല്ലെ വീട്ടിൽ വന്നു. അവൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് എല്ലാ ദിവസവും അവൻ ഓരോ രൂപത്തിൽ മാറുന്ന സമയത്ത് അവന്റെ ലാപ്ടോപ്പിൽ അവൻ ആ പുതിയ രൂപത്തിൽ വന്നിരുന്നിട്ട് ഇന്ന് ഇതാണ് എന്റെ രൂപം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അന്ന് ഇസുവിനെ കണ്ടിട്ട് വന്നിട്ടും അവൻ അതേപോലെ തന്നെ ആ ലാപ്ടോപ്പിന്റെ മുന്നിൽ ഇരുന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാണ്. ഇതോടെ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആകെ വിഷമിച്ച് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ പിറ്റേ ദിവസം രാവിലെ ഊജിനെ കാണാൻ വേണ്ടിയിട്ട്
ഇൻസു അവൻ പറഞ്ഞ സ്ഥലത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഊജിനെ അവിടെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. ഊജിനെ തപ്പിയിട്ട് അവള് കുറെ പ്രാവശ്യം നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഊജിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഊജി ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അവൻ വന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഫുള്ള് ചുറ്റും നോക്കുന്നുണ്ട്. അവളുടെ തൊട്ടടുത്ത് തന്നെ അവൻ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ വേറെ രൂപത്തിലായതുകൊണ്ട് ഊജിനെ തിരിച്ചറിയാനായിട്ട് ഇസുവിന് കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവള് കുറെ നേരം അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഇസുവിന്റെ ബോസ് അവളെ വിളിക്കുന്നത്. ബോസ് ചോദിക്കുകയാണ്, നീ എവിടെയാണ്, ഇത്ര ലേറ്റ് ആയിട്ട് എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത്, സോറി ഞാൻ ശരി ഉറങ്ങിപ്പോയി, ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഇസു ഒരു ടാക്സി എടുത്തിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഊജന അവിടെ നിൽക്കുന്നുണ്ട്. അവന് നല്ല രീതിക്ക് വിഷമാവുന്നുണ്ട് ഇത് കണ്ടിട്ട്. അവളുടെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല, അവളോട് സംസാരിക്കാൻ പറ്റുന്നില്ല, കാര്യങ്ങളൊന്നും പറയാനും പറ്റുന്നില്ല. അവൾ വിളിക്കുന്ന സമയത്ത് അവൻ കോള് കട്ട് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, ഇനി എന്ത് ചെയ്യുന്നു, ഒരു പിടുത്തമില്ല, ഇതോടെ എല്ലാം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അവനിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് അവൻ പെട്ടെന്ന് ആലോചിക്കുകയാണ്, അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അവൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അവൻ അവിടെ ഇരുന്നിട്ട് ഒരു ഫർണിച്ചറിന്റെ ഡിസൈൻ വരയ്ക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സീൻ കട്ടായി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഇസുവിന്റെ ആ ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ടല്ലോ, അവിടേക്ക് ഒരു പാഴ്സൽ വന്നിരിക്കുകയാണ്. ALX എന്ന് പറഞ്ഞാൽ നമ്മുടെ ഊജിന്റെ ഒക്കെ ഒരു കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനീന്റെ ഒരു വലിയ പാഴ്സലായിരുന്നു. അത് തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്താണെങ്കിൽ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. അത് പണ്ട് ഇൻസും ഊജിനും കൂടി പുറത്തു പോയ സമയത്ത് ടേബിളിന്റെ മുകളിൽ ഫോൺ വെച്ചിട്ട് അവൻ പാട്ട് വെച്ച സമയത്ത് ഇസു ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഉള്ളിലായിട്ടൊരു സ്പീക്കർ വെച്ചിട്ട് ഒരു ടേബിൾ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരിക്കും എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ആ ഐഡിയ വെച്ചിട്ടാണ് ഈ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അത് കണ്ടിട്ട് അവൾ അങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഊജിന്റെ ഒരു വിവരമില്ല, അവൻ എവിടെയാ പോയത് എന്താണെന്നൊന്നും അവൾക്ക് അറിയേയില്ല. അപ്പൊ അങ്ങനെ ഇവളാണെങ്കിൽ കുറെ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് അവന്റെ ഫോണിലേക്ക്, പക്ഷേ ഒന്നിനും റിപ്ലൈ വരുന്നില്ല. അങ്ങനെ ഈ ഒരു പാഴ്സൽ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ അങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അവളുടെ ബോസ് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, ആഹാ നീ നിന്റെ ജോലി നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാലങ്ങൾക്ക് മുന്നേ ഈ ഒരു ALX എന്ന് പറഞ്ഞ ബ്രാൻഡിലേക്ക് ബോസ് പറഞ്ഞ അനുസരിച്ചിട്ട് ഇസൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു ടേബിൾ ഇവർക്ക് സെയിൽ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളതെന്നാണ് അവരുടെ ബോസ് വിചാരിക്കുന്നത്. എന്നാൽ അതങ്ങനെയൊന്നുമല്ല, ഊജിന അവൾക്ക് വേണ്ടിയിട്ട് അത് അയച്ചതാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ജോബ് ട്രെയിനിങ്ങിനായിട്ട് കുറച്ച് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. അവരവിടെ ഒന്ന് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ഈ വന്ന പുതിയ ടേബിളിന്റെ ഒരു കാലിന് ചെറിയൊരു ഹൈറ്റിന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോയിൻ എടുത്തിട്ട് ഹൈറ്റ് കുറവുള്ള ഈ ഒരു കാലിന്റെ അടിയിലേക്ക് വെക്കുകയാണ്. അങ്ങനെ ഹൈറ്റ് ബാലൻസ് ചെയ്യാണ്. അതുകൊണ്ടുകൊണ്ട് ഈ സോങ് അങ്ങോട്ട് വരികയാണ്, നന്നായിട്ട് കേട്ടോ, ഇതുപോലെ തന്നെ നല്ല രീതിക്ക് നീ ജോലി ചെയ്യും, നിനക്ക് എന്തായാലും ഇവിടെ ജോലി കിട്ടും എന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു ആശംസയൊക്കെ കൊടുത്തിട്ട് ഈ സോങ് അങ്ങോട്ട് പോവാണ്. കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ സോങ് ഒന്ന് ചോദിക്കുകയാണ് എന്ത് പറ്റിയെന്ന്. അപ്പൊ അല്ല ഒന്നുമില്ല, ഞാൻ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ ആ പെൺകുട്ടി പറയാണ്, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് ഈസോനോട് പറയുന്നുണ്ട്. അപ്പൊ ഈസോ ചോദിക്കുന്നുണ്ട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഈസോന്റെ ബോസ് അവൾ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ വന്നിട്ട് അവളെ വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു പോകാൻ നിൽക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി ഈസോനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, വൂജിൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് അവനെ പറ്റി ഒരു കാര്യം പറയാനുണ്ട്, നീ എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈസു അവളുടെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഈസുവിൻ്റെ ഒരു അപ്പാർട്ട്മെന്റിലേക്കാണ് ആ കുട്ടി കൂട്ടിക്കൊണ്ട് വന്നത്. അവിടെ ചെന്നിട്ട് ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ ഈ പെൺകുട്ടി പറയുന്നുണ്ട്, ഇവിടെ ആദ്യമായിട്ട് വരുന്ന ആള് നിങ്ങളാണെന്ന്. അങ്ങനെ ഡോറൊക്കെ തുറന്ന് ഉള്ളിൽ കയറി കഴിഞ്ഞ സമയത്ത് ഈ പെൺകുട്ടി ഇവളോട് പറയാണ്, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം നീ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, ഊജിൻ ഞാൻ തന്നെയാണ്. ഈസു ആകെ ഷോക്കാവാണ്, എന്താണ് ഈ പറയുന്നത്, ഊജിൻ നീ തന്നെയാണെന്നോ, എന്തോ ഫ്രോഡ് പരിപാടിയാന്ന് വെച്ചിട്ട് അവൾ അവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു മിനിറ്റ് നിൽക്കുന്നു പറഞ്ഞിട്ട് അവന്റെ ലാപ്ടോപ്പ് അവളെ കാണിച്ചു കൊടുക്കുന്നത്. ഓരോ രൂപത്തിൽ വന്നിരുന്നിട്ട് അവനിങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, ഇന്നത്തെ എൻ്റെ രൂപം ഇതാണെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോസ് ഒക്കെ ഊജിൻ ഈസുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് ഷോക്കായിട്ട് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവാണ്. ആ സമയത്ത് ഊജിൻ അവളെ തിരിച്ചു വിളിക്കുന്നുണ്ട്, പക്ഷെ അവള് നിൽക്കുന്നില്ല, എനിക്ക് നിന്നെ കാണാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അവന്റെ കണ്ടീഷനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഊജിൻ അവന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഊജിൻ പറഞ്ഞൊന്നും മനസ്സിലാക്കാണ്ട് ഈസോ അവിടുന്ന് പോവാണ്. ആദ്യമായിട്ട് അവന്റെ ഈ രൂപമാറ്റം കണ്ണാടി കണ്ട സമയത്ത് അവന്റെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു ഭാവം തന്നെയാണ് ഈസോന്റെ മുഖത്തും അവൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അവളെ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഊജിന് നല്ല രീതിയിൽ തന്നെ വിഷമാവുന്നുണ്ട് കേട്ടോ. ഈസുവിന് ഊജിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ഈ ഒരു സിറ്റുവേഷൻ അവൻ ശപിക്കുകയാണ്. എന്നാലും ഊജിനെ ഭയങ്കരമായിട്ട് ഈസുവിന് മിസ് ചെയ്യുന്നുണ്ട്. അവളിങ്ങനെ ഫോൺ എടുത്തിട്ട് മനുഷ്യരിൽ ഇങ്ങനെ രൂപമാറ്റമൊക്കെ ഉണ്ടാവുമോ എന്ന് സെർച്ച് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ അവളുടെ ചേച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചേച്ചിനോട് ചോദിക്കുകയാണ്, ഈ മനുഷ്യന്മാർക്ക് രൂപമാറ്റം സംഭവിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേച്ചിയാണെങ്കിൽ പറയണ, അത് സംഭവിക്കുന്ന കാര്യമാണ്, നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, നടന്മാര് വെയിറ്റ് ഒക്കെ കുറയ്ക്കുന്നതും അതുപോലെ തന്നെ താടി വളർത്തുന്നതും അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ, അപ്പൊ എന്തായാലും രൂപമാറ്റം സംഭവിക്കുന്ന കാര്യമാണെന്ന് ചേച്ചി അവളോട് പറയുന്നുണ്ട്. അപ്പൊ അതൊന്നുമല്ല സംഭവം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവാണ്. അങ്ങനെ പിന്നീട് അവളുടെ ലൈഫിൽ ഓരോ ഇൻസിഡന്റ് ഉണ്ടാവുന്ന സമയത്തും ഇസുവിന് ഭയങ്കരമായിട്ട് പൂജനെ മിസ് ചെയ്യുന്നുണ്ട്. അവൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും അതുപോലെ തന്നെ പോകുന്ന ഓരോ സ്ഥലത്തും കാണുന്ന കാര്യങ്ങൾ, അവളുടെ കൂടെ പൂജന ഉണ്ടായിരുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവളിങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ലാസ്റ്റ് പൂജനെ കാണാൻ പോകാൻ തന്നെ അവൾ തീരുമാനിക്കുന്നുണ്ട്. പൂജന്റെ ആ അപ്പാർട്ട്മെന്റിലേക്ക് അവൾ പോവാണ്. അവൾ കോളിംഗ് ബെൽ അമർത്തി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ വാതിൽ തുറന്നത് ഒരു പെൺകുട്ടിയായിരുന്നു. അകത്തേക്ക് ഒരു നമുക്ക് ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ഒരു ചായയൊക്കെ കൊടുക്കുന്നുണ്ട് അവൾക്ക്. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് അവരവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് ഇസു ഊജിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ ഈ ഒരു കാര്യം നീ എന്തിനാ എന്നോട് മാത്രം പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയും കാലം ഞാൻ എൻ്റെ ലൈഫ് ഈ ഒരു അവസ്ഥയൊക്കെ ആയിട്ട് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നിന്നെ കണ്ട് പരിചയപ്പെട്ട സമയം മുതലാണ് എൻ്റെ ഈ ഒരു അവസ്ഥനെ ഞാൻ ശപിച്ചു തുടങ്ങിയത് എന്ന് ഊജിൻ ഇസുവിനോട് പറയാണ്. നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഊജിൻ പറയാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. എനിക്ക് പക്ഷെ നിന്റെ ഈ ഒരു സിറ്റുവേഷൻ നേരിട്ട് കാണണം എന്ന് അവൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് നിന്റെ
നിന്റെ കൂടെ ഇവിടെ ഉറങ്ങട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഊജൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട് അതിനെന്താ വാ നമുക്ക് ഉറങ്ങാന്ന് പറഞ്ഞിട്ട് അവർ ഉറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അവർ ആ ഒരു ബെഡിൽ അങ്ങനെ കിടന്നിട്ട് മുഖത്തോട് മുഖം നോക്കി കുറേ കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കുകയാണ്. ഊജിന്റെ ഈ ഒരു കണ്ടീഷനെ പറ്റിയും അവൻ്റെ ലൈഫിലുണ്ടായിരുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഈസുവിൻ്റെ അടുത്ത് ഊജിൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈസു അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇല്ല നിനക്ക് എത്ര വയസ്സായെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഊജിൻ ഈസുവിനോട് പറയുകയാണ് എനിക്ക് 29 വയസ്സായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈസു പറയണം ഓ അത് ശരി അപ്പം നമ്മൾ സെയിം ഏജ് ആണല്ലേ, അല്ല അപ്പം നീ ഒരിക്കലും മരിക്കില്ലേ എന്നിങ്ങനെ അവനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഊജിൻ പറയാണ് അതിന് ഞാനിതുവരെ മരിച്ചു നോക്കിയിട്ടില്ല മരിക്കുമെന്ന് അറിയാനായിട്ട് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അങ്ങനെ ചിരിക്കുകയാണ്. അങ്ങനെ അവരവിടെ കിടന്ന് ഉറങ്ങുന്നു. രാവിലെ ആദ്യം എണീറ്റത് ഇസു ആയിരുന്നു. അങ്ങനെ ഊജിനെ നോക്കുന്ന സമയത്ത് അവരൊരു വ്യത്യാസം വന്നിട്ടില്ല. അങ്ങനെ ഇസു അവിടെ നിന്ന് എണീറ്റ് അവൻ്റെ ആ ഒരു അപ്പാർട്ട്മെന്റ് ഒക്കെ ചുറ്റി നടന്ന് കാണാണ്. അപ്പോഴാണ് അവിടെ വെച്ചിട്ടുള്ള പലതരത്തിലുള്ള ഡ്രസ്സുകളും അവൻ്റെ പലതരത്തിലുള്ള ചെരുപ്പുകളും സ്പെക്സുകളൊക്കെ അവളിങ്ങനെ കാണുന്നത്. അപ്പോൾ അവൾക്ക് ഏകദേശം ഒരു വിശ്വാസം വന്നിട്ടുണ്ട് ഇങ്ങനെ രൂപമാറ്റം സംഭവിക്കുന്ന ഒരാളാണ് ഊജിന്ന്. അപ്പോൾ നോക്കുന്ന സമയത്ത് ഊജിന്റെ ആ ഒരു ലാപ്ടോപ്പ് ഉണ്ടല്ലോ അത് അവിടെ ഇങ്ങനെ ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇസു ആ ലാപ്ടോപ്പ് തുറന്നിട്ട് അതിനകത്ത് ഉണ്ടായിരുന്ന വീഡിയോസ് ഒക്കെ എല്ലാം ഇരുന്ന് കാണുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ഊജിൻ രൂപമാറ്റമൊക്കെ സംഭവിച്ചിട്ട് അങ്ങോട്ട് വരുന്നത്. അവനൊരു പയ്യന്റെ രൂപത്തിലായിരുന്നു അന്ന് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈസു മെല്ലെ തിരിഞ്ഞു നോക്കുകയാണ്. അവനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അത്ഭുതമാണ് അവൾക്ക്. നീ ഊജിൻ തന്നെയാണോ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. ഊജിൻ ഇങ്ങനെ ചിരിച്ചിട്ട് തലയാട്ടുന്നുണ്ട്. അങ്ങനെ ഇവര് വീണ്ടും റിലേഷൻഷിപ്പിലൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവാണ്. അങ്ങനെ രണ്ടാക്കും പരസ്പരം കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അങ്ങനെ അവരുടെ ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാണ്. അതിന്റെ ഇടയിലാണ് സാങ്ക വിളിക്കുന്നത്. ഇവളുടെ കൂടെ കറങ്ങി നടക്കുന്നതുകൊണ്ട് കുറെ ആയിട്ട് വർക്കൊന്നും തീർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതിന്റെ നല്ല ദേഷ്യത്തിൽ തന്നെയാണ് സാങ്ക വിളിക്കുന്നത്. നീ എന്താ വർക്കൊന്നും തീർക്കാത്തെ, എത്ര കാലമായി മര്യാദയ്ക്ക് ഒരു ഡിസൈൻ നീ എനിക്ക് അയച്ചു തന്നിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഈസു അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവളോട് പറയുന്നുണ്ട് സാങ് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറെ ആയിട്ട് നമ്മളങ്ങനെ കറങ്ങി നടക്കുന്നതുകൊണ്ട് അധികം വർക്കും കാര്യങ്ങളൊന്നും തീർക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് നല്ല രീതിക്ക് അവനെ തെറി പറയുന്നുണ്ട് കേട്ടോ എന്ന് അവളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവള് ചിരിച്ചിട്ട് പറയണം ആയിക്കോട്ടെ എന്നാ ശരി നീ എന്നാ ഇന്ന് ജോലിക്ക് പോയിക്കോ, ഞാനെന്നാ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവള് പോകാൻ നിൽക്കണം. അപ്പോൾ ഊജിൻ അവളോട് ചോദിക്കുന്നുണ്ട് നീ എന്റെ കൂടെ വരുന്നോന്ന് ചോദിക്കുന്നുണ്ട്. കാരണം അവന് ഒരു നിമിഷം പോലും അവളെ പിരിഞ്ഞു നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു രണ്ടാളും കൂടിയിട്ട് ഊവിന്റെ ഫർണിച്ചർ ഷോപ്പിലേക്ക് പോവാണ്. അവിടെ എത്തുമ്പോൾ സാങ്ക അവിടെ ഉണ്ട്. സാങ്ക അവനെ കാണുന്ന സമയത്ത് നീ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. കൂടുതൽ ഇൻസുനെ കാണുന്നുണ്ട്. കുറെ കാലമായിട്ട് ഞാൻ നിന്നെ പറ്റി കേൾക്കുന്നുണ്ട്, ഇപ്പോഴാണ് നേരിട്ട് കാണാൻ കഴിഞ്ഞത്, കണ്ടതിൽ സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇൻസു പറയാണ് ഇന്ന് എന്റെ ഓഫീസിൽ ഒരു ചെറിയ പാർട്ടി നടക്കുന്നുണ്ട്, അപ്പൊ നിങ്ങൾ രണ്ടാളും വരണം എന്ന് പറഞ്ഞിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. ഓക്കെ ശരി എന്തായാലും ആ പാർട്ടിക്ക് വരാന്ന് ഇപ്പൊ പറയുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണിക്കുന്നത് ആ പാർട്ടി നടക്കുന്ന സ്ഥലമാണ്. അവിടെ നമ്മുടെ ഇൻസുവിന്റെ ബോസും കൂടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നീ എന്താടി നിന്റെ കാമുകനെ കൊണ്ടുവരാതിരുന്നത്, ഇവിടെ എല്ലാവരും ജോഡികളായിട്ടാണ് വന്നേക്കുന്നത്, നിന്റെ കാമുകൻ എന്താ വിളിച്ചിട്ട് വന്നില്ലേ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവൻ നിന്റെ കൂടെ വന്നിട്ടില്ലെങ്കിൽ അവൻ നല്ലൊരു വേസ്റ്റ് ആണ് കേട്ടോ എന്ന് അവളോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അവള് ചിരിച്ചിട്ട് പറയുന്നത് അങ്ങനെയൊന്നുമില്ല, അവൻ എന്തായാലും വരുന്നു പറയുന്നുണ്ട്. ഇതേ സമയത്ത് അവന്റെ വീട്ടിൽ എണീക്കുന്നത് ഒരു അമ്മൂമ്മയായിട്ടാണ്. അവൻ ആകെ ഇങ്ങനെ കണ്ണാടിന്റെ മുന്നിൽ പോയിട്ട് കിളി പോയിട്ട് നിൽക്കുകയാണ്. ഈ കോലത്തിന് എങ്ങനെ പാർട്ടിക്ക് പോവാ, ഇൻസുവിന്റെ മുമ്പിൽ ചെന്നിട്ട് എന്താ പറയാ. അങ്ങനെ കുറെ നേരം അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ അങ്ങോട്ട് പോയാലോ, എന്നിട്ട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇൻസുവിൻ്റെ അമ്മൂമ്മയെന്ന് പറയാമെന്ന് പറയാണ്. അങ്ങനെയൊന്നും വേണ്ട, എന്തായാലും ഒന്ന് ഉറങ്ങാൻ നോക്കാന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും കിടന്ന് ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉറങ്ങാൻ നോക്കുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് ഇൻസുവിൻ്റെ ഓഫീസിലെ ആ ഒരു പാർട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇൻസുവിൻ്റെ ബോസ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് തന്നെ നിന്റെ കാമുകനെ പറ്റിയിട്ടാണ്. എല്ലാവരും കണ്ടേക്കുന്നത് ഓരോരോ ചെക്കന്മാരെയാണ്, അതുകൊണ്ട് അപ്പോൾ അതിൽ ഏതാണ് ശരിയായിട്ടുള്ള നിന്റെ കാമുകൻ എന്നുള്ളത് ഇന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ട്. എന്തായാലും അവനെ വിളിച്ചിട്ട് വരാൻ പറയുന്ന ഇങ്ങനെ നമ്മുടെ ബോസ് പറയാണ്. അപ്പോൾ അവളിങ്ങനെ ചിരിച്ചിട്ട് ചുറ്റും നോക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടേക്ക് സാങ്ങും പൂജനും കൂടി വരുന്നുണ്ട്. പൂജന എന്തായാലും കിടന്ന് ഉറങ്ങിയിട്ട് എണീച്ചത് നല്ലൊരു ബോഡിയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ ആ പാർട്ടിയിൽ പങ്കെടുക്കാനായിട്ട് പറ്റി. അങ്ങനെ ഇവളടുത്ത് ചെവിയിൽ വന്നിട്ട് പറയാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശരിക്കും കഷ്ടപ്പെട്ടു, കാരണം ഞാൻ എണീറ്റപ്പോൾ ഒരു അമ്മൂമ്മയായിട്ടായിരുന്നു എണീറ്റുണ്ടായിരുന്നത്, കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു രൂപത്തിലെങ്കിലും എത്തിയത് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടുപേരും കൂടി ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് അവർ ഡ്രിങ്ക്സ് എല്ലാം കഴിച്ചിട്ട് പൂവിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. പിന്നെ പൂവും ഇൻസും കൂടിയിട്ട് അവരുടേതായിട്ടുള്ള കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള നിമിഷങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഇൻസു പൂജിനോട് ചോദിക്കുന്നുണ്ട് നിന്റെ രൂപങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും നീ വെറുക്കുന്ന ഏത് രൂപമാണെന്ന്. അങ്ങനെ ആ സീൻ കട്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കുട്ടി ഇൻസു എന്ന് വിളിക്കുന്നതാണ്. അപ്പൊ നോക്കുമ്പോൾ ഇൻസു അവനെ കണ്ടിട്ട് ഇങ്ങനെ കിളി പോയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇൻസു അവനോട് പറയാണ് നീ കുറഞ്ഞ പക്ഷെ എന്നെ ഒരു മാഡെന്നെങ്കിലും വിളിക്കുക, അല്ലെങ്കിൽ കേൾക്കുന്നവർ നിന്നെ വഴക്ക് പറയട്ടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടാളും കൂടിയിട്ട് അന്ന് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഷോപ്പിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്തോ ഒരു ടൈപ്പ് കള്ള അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ഇൻസു ഇങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പൂജന്റെ കയ്യിലാണെങ്കിൽ ഒരു ജ്യൂസ് മാത്രമേ ഉള്ളൂ. ഇവൻ ചെറിയൊരു കുട്ടിയായത് കാരണം ഇവന് കള്ളൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവനിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇൻസു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂവിന്റെ കയ്യിൽ ആ ജ്യൂസിന്റെ ചെറിയ ക്യാൻ വാങ്ങിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഈ കള്ള ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നിട്ട് ഫുഡെല്ലാം കഴിച്ച് ആ കള്ളൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കണം. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പൂവിന് നല്ല രീതിക്ക് തലയ്ക്ക് പിടിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല രീതിക്ക് തലയ്ക്ക് പിടിച്ചിട്ടുണ്ട്, വാ നമുക്ക് വീട്ടിൽ പോകാന്ന് ഇൻസുവിനോട് പറയാണ്. ഇൻസു അങ്ങനെ പൂവിനെടുത്ത് തോളത്തിട്ടിട്ട് മെല്ലെ ബില്ലിന്റെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തോളത്ത് പകുതി മയക്കത്തോടെ നമ്മൾ പൂ കിടക്കുന്നുണ്ടല്ലോ. അവൾക്ക് ഒരു പേഴ്സ് എടുത്തിട്ട് പറയാണ് ബില്ല് ഞാൻ കൊടുത്തോളാന്ന് പറയുന്നുണ്ട്. അവിടെ കൗണ്ടറിൽ ഉണ്ടായിരുന്ന ആ പെൺകുട്ടി ഇവനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. ഇവനാൾ കൊള്ളാലോ, ഇത്ര ചെറിയ പ്രായത്തിൽ എന്നെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിന്റെ മോനാണോ ഇതെന്ന് ചോദിക്കുന്നുണ്ട് ഇൻസു.
ഇൻസുവിനോട്. അപ്പൊ ഇൻസു പറയാണ് അല്ല ഇത് എന്റെ കൂട്ടുകാരന്റെ മോനാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ഒരു ഹോട്ടലിൽ ഇരുന്നിട്ട് നല്ല രീതിയിൽ ഫുഡും ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇസുവും അവളുടെ ഫ്രണ്ട്സും ആണ്. ഇസുവിനോട് അവരുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് എടാ നിന്റെ കാമുകൻ എന്താ പിന്നെ അന്ന് പാർട്ടി കഴിഞ്ഞതിന് ശേഷം പിന്നെ അവനെ കണ്ടിട്ടില്ലല്ലോ, നീ ഒരു കാര്യം ചെയ്യാം അവനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയും, നമുക്ക് അവനെ ഒന്ന് കാണുക പരിചയപ്പെടുകയൊക്കെ ചെയ്യാലോ, ഇനിയിപ്പോൾ അവൻ്റെ കൂടെ ഏതെങ്കിലും ചെക്കന്മാരുണ്ടെങ്കിൽ അവനെ വിളിച്ചോ, അവരൊക്കെ നമുക്ക് കാണാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ നല്ല രീതിക്ക് ചൊറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻസ് പറയുന്നുണ്ട് ഇല്ല ഒന്നും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ആ സമയത്ത് പൂജ്യം വിളിക്കുന്നുണ്ട്. അപ്പോൾ പൂജ്യം വിളിച്ചിട്ട് പറയാണ് ഞാൻ അവിടെ ഉണ്ട് നീ ഇങ്ങോട്ട് വാന്ന് പറയാൻ. അപ്പോൾ അവൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഫുൾ ആൾക്കാരുണ്ട് കേട്ടോ, റോഡ് നിറച്ചും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് പൂവിനെ കണ്ടുപിടിക്കാനായിട്ട് ഇൻസുവിന് പറ്റുന്നില്ല. ഫോൺ വിളിച്ചിട്ട് നീ എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പൂ പറയാണ് നീ എന്നെ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവനൊരു തമാശ പോലെയാണ് പറഞ്ഞത്, പക്ഷേ ഭയങ്കര ഒരു സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യുക. കാരണം ചുറ്റും നോക്കുന്ന സമയത്ത് വിവിധ തരത്തിലുള്ള മുഖങ്ങളുള്ള ആൾക്കാർ, പല രീതിയിലുള്ള ആൾക്കാർ നടക്കുന്നുണ്ട്. ഇതിൽ ഏതാണ് പൂന്ന് എങ്ങനെയാണ് അവൾ കണ്ടുപിടിക്കുക? കാരണം ഇവന് ഓരോ ദിവസം ഓരോ മുഖങ്ങളാണല്ലോ. അങ്ങനെ അവൾ പതറി നിൽക്കുന്ന സമയത്താണ് പൂജ്യം വന്നിട്ട് അവളുടെ കയ്യിൽ പിടിക്കുന്നത്. അപ്പോൾ ഇവൾ ആകെ ഞെട്ടിയിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. എന്നിട്ട് അവൻ്റെ അടുത്ത് നല്ല രീതിക്ക് ചൂടായിട്ട് അവൾ അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഇവള് വീട്ടിലിങ്ങനെ എത്തി, വീട്ടിലിരിക്കുന്ന സമയത്ത് വീട്ടിലിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് പൂജ്യം ഇങ്ങനെ കുറെ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. കുറെ പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇൻസു ലാസ്റ്റ് ഫോൺ എടുക്കുന്നുണ്ട്. ഇസു സോറി ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, നിനക്കത് ഇഷ്ടപ്പെടുന്ന വിചാരിച്ചിട്ട് ഞാൻ ഒരു തമാശ രീതിയിൽ ചെയ്തതാണ്, പക്ഷെ നിന്നെ അത് ഹേർട്ട് ചെയ്യുന്ന ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്തായാലും സോറി നീ എന്നോട് ക്ഷമിക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ അവൾ കോള് കട്ട് ചെയ്യണം കേട്ടോ. അവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന പൂജിന്റെ അപ്പാർട്ട്മെന്റ് ആണ്. അവനിങ്ങനെ ഇരുന്നിട്ട് എന്തോ ഒരു ഡിസൈൻ ഒക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു മെസ്സേജ് വരുന്നുണ്ട് വാതിൽ തുറക്കുന്നു പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ഇസു ആണ്. വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ ഇസു ഉള്ളിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നീ ഇനി മേലാൽ ഇങ്ങനെ ഒന്നും എന്നോട് ചെയ്യരുത്, എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി എന്ന് പറയുന്നുണ്ട്. സോറി ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സന്തോഷമായിട്ട് അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങാണ്. പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീറ്റിട്ട് ഇസു അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ പൂജിനെ എണീറ്റ് നോക്കുന്ന സമയത്ത് ഇസുവിനെ കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പൂജിനെ അവളെ വിളിച്ചു നോക്കുന്നുണ്ട്. അപ്പൊ വിളിച്ചിട്ട് പറയാണ് നീ എന്തിനാ ഒറ്റയ്ക്ക് പോയത്, നീ എന്നെ വിളിക്കായിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുപോയിട്ടില്ലായിരുന്നു എന്ന് പറയാണ്. അപ്പൊ അവള് പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ ഒരു ഫോണിൽ കൂടെ സംസാരിച്ച് രണ്ടുപേരും ഉറങ്ങിപ്പോവാണ്. അങ്ങനെ പൂജിനെ എണീറ്റിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് സാങ് വരുന്നുണ്ട്. സാങ് അവിടെ വന്നിട്ട് അവനെ നല്ല രീതിക്ക് ചീത്ത പറയാണ്. എടാ നീ എന്താ വിളിച്ച ഫോൺ എടുക്കാത്ത, നിന്റെ അമ്മ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു, നിന്നെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് എന്നോട് ഈ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുതരാൻ വേണ്ടി പറഞ്ഞു. പൂജിന്റെ അമ്മ എന്തൊക്കെയോ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് അത് സാങ്ങിന്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടിട്ട് നേരെ ഫ്രിഡ്ജിൽ വെക്കാന്ന് വെച്ചിട്ട് ഫ്രിഡ്ജ് തുറന്ന് നോക്കുന്ന സമയത്ത് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിറച്ച സാധനങ്ങൾ. ഇതൊക്കെ ആരാണ് ഉണ്ടാക്കി വെച്ചെന്ന് സാങ്ങി ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഞാനും ഇസും കൂടി ഇന്നലെ ഉണ്ടാക്കിയതാടാ എന്ന് പൂജിനെ അവനോട് പറയാണ്. അപ്പൊ അത് കേട്ടിട്ട് ഞെട്ടിയിട്ട് അപ്പൊ ഏതാണ്ട് കല്യാണം കഴിഞ്ഞ പോലെയൊക്കെ തന്നെ ആണല്ലേ, എന്താ പിന്നെ നിനക്ക് അവളെ കെട്ടിക്കൂടാ എന്ന് ചുമ്മാ കളിയാക്കിയിട്ട് സാങ് ഇപ്പൊ ചോദിക്കുകയാണ്. അപ്പൊ പൂജ്യം പറയുന്നത് ശരിയാണ്, ഞാൻ അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. സാങ് തമാശക്ക് പറഞ്ഞതാണെങ്കിലും അവൻ പോയ ഉടനെ പൂജ്യൻ കല്യാണത്തിനെ പറ്റിയിട്ട് സീരിയസ് ആയിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഇസുവിനെ പ്രപ്പോസ് ചെയ്യാനായിട്ട് അവനൊരു വെഡിങ് റിംഗ് ഒക്കെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അവിടുന്ന് ആ ഒരു സീൻ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഇസുവിന്റെ ആ ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ടല്ലോ, അപ്പൊ അവിടെ വന്നിട്ടുള്ള ഒരു കസ്റ്റമറായിട്ട് ഇസു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ കസ്റ്റമർ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെയർ ചൂണ്ടിക്കാണിച്ചിട്ട് അല്ല ഈ ചെയർ ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് വുഡ് ഉപയോഗിച്ചിട്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇസുവിന് ഓർമ്മ വരുന്നില്ല. ഇസു ഇങ്ങനെ തല തുറന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് അവർ ചോദിക്കുന്നത് എത്ര പ്രൈസ് ആയി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇസുവിന്റെ അടുത്ത് ആ കസ്റ്റമർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇസുവിന് ഒന്നും ഉത്തരം പറയാൻ പറ്റുന്നില്ല. അവർക്ക് എന്തോ ഓർമ്മ ഇല്ലാത്ത രീതിയിലാണ് അവൾ ബിഹേവ് ചെയ്യുന്നത്. എന്തോ ഭാഗ്യത്തിന് ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന വേറൊരു എംപ്ലോയി അങ്ങോട്ട് വരുന്നുണ്ട്. അവര് ഇസുവിന്റെ അടുത്ത് പറയാണ് നീ പോയിക്കോ, ഞാൻ ഈ കസ്റ്റമറിനെ ഡീൽ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. ഇസു അപ്പോൾ വേറൊരു സ്ഥലത്ത് വന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഇസുവിന്റെ ബോസ് അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ഇസുവിനോട് പറയുന്നുണ്ട് എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്, ഞാൻ കുറെ നാളായി പറയാമെന്ന് വിചാരിക്കുന്നു, നീ എന്നിട്ട് ക്യാബിനിലേക്ക് വാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇസു ക്യാബിനിലെത്തുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടി കുറെ നേരം സംസാരിച്ചിരിക്കുന്നുണ്ട്. ബോസ് അവളോട് പറയാണ് നിന്നെ പറ്റി ഇപ്പോൾ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള കമന്റുകളാണല്ലോ ഞാൻ കേൾക്കുന്നത്, കാരണം നീ ഓരോ ദിവസവും ഓരോ ആൾക്കാരുടെ കൂടെ പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ എല്ലാവരും നിന്നെ പറ്റി ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അത് മാത്രമല്ല നീ എന്തിനീ ആവശ്യമില്ലാത്ത ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിക്കുന്നത്, നീ നല്ലൊരു ആരോഗ്യമുള്ള പെൺകുട്ടിയല്ലേ, അപ്പൊ എന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈസ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല, എനിക്ക് ചെറുതായിട്ട് വയറിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഈസു അവിടെ നിന്ന് ഇറങ്ങി നടക്കാണ്. ആ സമയത്ത് ഈസുവിന്റെ മുഖത്ത് നല്ല രീതിയിലുള്ള ഒരു ടെൻഷൻ നമുക്ക് കാണാം കേട്ടോ. അവിടുന്ന് ഒരു ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരടുത്ത് പറയാണ് എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് റെക്കോർഡ് ചെയ്തോട്ടെ എന്ന് ഇസു സൈക്കോളജിസ്റ്റിനോട് ചോദിക്കുകയാണ്. അപ്പൊ സൈക്കോളജിസ്റ്റ് ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇസു അവളുടെ കാര്യങ്ങളൊക്കെ സൈക്കോളജിസ്റ്റിനോട് പറയാണ് ഞാനിപ്പോ ഡേറ്റ് ചെയ്യുന്നത് ഉറക്കത്തിന് എണീക്കുന്ന സമയത്ത് രൂപമാറ്റം സംഭവിക്കുന്ന ഒരു പയ്യനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവന്റെ കൂടെ പുറത്തു പോകുന്ന സമയത്ത് പല ആളുകളും എന്നെ കാണുന്നത് വളരെ മോശമായിട്ടാണ്, കാരണം ഞാൻ ഓരോ ദിവസവും ഓരോ ആളുകളുടെ കൂടെയാണ് പുറത്തു പോകുന്നത് എന്നുള്ള രീതിയിൽ ഭയങ്കര മോശമായിട്ടാണ് എല്ലാവരും എന്നെ കാണുന്നത്. അത് എനിക്ക് ഭയങ്കര മെന്റൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ചില സമയത്തൊക്കെ അവൻ എന്നെ ടച്ച് ചെയ്യുന്ന സമയത്ത് തീരെ എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ എന്നെ ടച്ച് ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇസു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ സൈക്കോളജിസ്റ്റ്
സൈക്കോളജിസ്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മെന്റൽ ഹെൽത്തിന് ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നീ വിട്ടു നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് സൈക്കോളജിസ്റ്റ് അവളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാനില്ലാതെ അവന് തീരെ പറ്റൂല, അതുപോലെ തന്നെ എനിക്ക് അവനും ഇല്ലാതെ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയാണ്. അപ്പൊ സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ട്, ഇതല്ലാതെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറാനായിട്ട് വേറൊരു പോകാൻ വഴിയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നിനക്ക് ഒരുപാട് പ്രശ്നം വരുന്ന സമയത്ത് കഴിക്കാനായിട്ട് ഞാനൊരു ടാബ്ലറ്റ് തരാം. പക്ഷെ അതധികം കഴിക്കാൻ പാടില്ല, നിന്റെ ആരോഗ്യത്തിന് അത് വളരെ ദോഷം ചെയ്യുന്ന ഒരു ടാബ്ലറ്റ് ആണ്. പക്ഷെ നിനക്ക് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ടാബ്ലറ്റ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടാബ്ലറ്റ് ആയിരുന്നു അവൾ ആ ഫർണിച്ചർ ഷോപ്പിൽ ഇരുന്ന സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഊജിന്റെ ആ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അവിടേക്ക് ഈസു ഇപ്പോൾ ഊജിനെ കാണാനായിട്ട് വന്നേക്കാണ്. അങ്ങനെ അവർ ഒരുപാട് നേരം സംസാരിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഊജിൻ ഈസുവിനോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈസു ഒക്കെ ഷോക്കാവാണ്. അപ്പൊ ഇത് കണ്ടിട്ട് ഊജിൻ പെട്ടെന്ന് സബ്ജക്ട് മാറ്റാണ് കേട്ടോ. അങ്ങനെ കുറച്ചേരം അവരോട് സംസാരിച്ചിരുന്നതിന് ശേഷം ഈസുവിനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഊജിനും ഈസുവും കൂടിയിട്ട് കാറിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ആ സമയത്ത് ഊജിനാണെങ്കിൽ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ ഈസു അവനോട് പറയാണ്, എടാ നീ ഇങ്ങനെ എന്നോടൊന്നും സംസാരിക്കാതിരിക്കില്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്, നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കടാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഊജിനാണെങ്കിൽ ഒന്നും സംസാരിക്കാൻ തോന്നുന്നില്ല. ആ സമയത്ത് തന്നെ ഈസു അവനോട് പറയുന്നുണ്ട്, നീ എന്ത് വിചാരിച്ചിട്ട് ഈ കല്യാണത്തിന്റെ കാര്യം ഇപ്പൊ സംസാരിക്കുന്നത്, എനിക്ക് കുറച്ചുകൂടി സമയം എന്താ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ എങ്ങനെയാണ് നിന്നെ എന്റെ വീട്ടുകാരുടെ മുന്നിലൊക്കെ പ്രസന്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ആലോചിക്കട്ടാ, നീ ഒന്ന് എനിക്ക് കുറച്ചുകൂടി സമയം എന്താ എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞു തീർന്നപ്പോൾ തന്നെ ഈസുവിന് ഭയങ്കരമായിട്ട് തല ചുറ്റുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട്. അപ്പൊ അവൾ ആ ഗുളിക എടുത്ത് അങ്ങനെ കഴിക്കുകയാണ്. ആ ഗുളിക എടുത്ത് കഴിച്ചതും അവൾ ബോധം കെട്ട് വീണു. അങ്ങനെ ഊജിൻ ഈസുവിനെ കൊണ്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാണ്. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഊജിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഒരു ടാബ്ലറ്റ് ഈസുവിന്റെ ബാഗിൽ നിന്ന് കിട്ടിയതാണ്, അവൾ ഈ ഒരു ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവനത് അറിയുന്നുണ്ടായിരുന്നില്ല. അവനിങ്ങനെ ആലോചിക്കുകയാണ് ഈസു എന്തിനാ ഈ ടാബ്ലറ്റ് കഴിക്കുന്നതെന്നൊക്കെ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് യാദൃശ്ചികമായിട്ട് ഈസുവിന്റെ ഫോണിൽ നിന്ന് ആ ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ആ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചത് ഊജിൻ കേൾക്കുന്നത്. അങ്ങനെ അവനത് കേട്ടിട്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഊജിന്റെ കൂടെ നടക്കുന്നതുകൊണ്ടാണ് ഈസുവിന് ഈ പറയുന്ന അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്ന് ആ ഒരു പോയിന്റിൽ അവൻ തിരിച്ചറിയാണ് കേട്ടോ. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഊജിൻ അവന്റെ അമ്മേന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മ പറയാണ്, മോനെ നീ നിന്റെ അച്ഛനെ പോലെ തന്നെയാണ്, നിന്റെ അച്ഛന് ഇതുപോലെയായിരുന്നു, സ്ഥിരമായിട്ടൊരു രൂപം ഉണ്ടായിരുന്നില്ല. ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് മറ്റുള്ള ആളുകളെല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്താൻ തുടങ്ങി. കാരണം ഞാൻ ഓരോ ദിവസം ഓരോ ആളുകളുടെ കൂടെയാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഈസുവിനെ പറയുന്ന രീതിയിൽ തന്നെ എന്നെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാതെ നിന്റെ അച്ഛൻ എന്നെ ഉപേക്ഷിച്ച് പോകുമായിരുന്നു. അന്ന് പുള്ളി പോയതിനു ശേഷമാണ് എനിക്ക് ഈ പറയുന്ന ഒരു മെന്റൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഇല്ലാതായതെന്ന് ഊജിന്റെ അമ്മ ഇപ്പൊ അവനോട് പറയുന്നുണ്ട്. അപ്പൊ ഊജിൻ ചോദിക്കുകയാണ്, ഈസുവിന്റെ ഈ ഒരു അസുഖം മാറാനായിട്ട് ഞാനിപ്പോൾ അവളെ ഉപേക്ഷിച്ച് പോകണോ, എന്റെ അച്ഛൻ ചെയ്ത പോലെ തന്നെ ഞാനും ചെയ്യണമെന്ന് ഊജിൻ അവന്റെ അമ്മേനോട് ചോദിക്കുകയാണ്. അപ്പൊ അമ്മ പറയാണ്, നീ ഈസു നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് അമ്മ പറയാണ്. ഇപ്പൊ ഊജിൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് നല്ല മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാത്രി ഊജിനും ഈസുവും കൂടി ഇങ്ങനെ നടന്നു വരാണ്. ഈസുവിന്റെ വീട്ടിലേക്കാണ് ഇവർ രണ്ടുപേരും കൂടി പോകുന്നത്. അപ്പൊ പോകുന്ന വഴിക്ക് തന്നെ ഊജിൻ ഈസുവിനോട് പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ വെച്ച് പിരിഞ്ഞാലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈസു ചോദിക്കുന്നുണ്ട്, നീ എന്താ പറഞ്ഞത്, പിരിയാന്നോ, എന്നിപ്പോ അങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലാന്ന് ഈസു ഊജിനോട് പറയാണ്. ഞാൻ നിന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് നിനക്ക് ഇതേപോലെയുള്ള ഒരുപാട് മെന്റൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മളിപ്പോ പിരിയുന്നത് തന്നെ നല്ലത്, ഇതാണ് അതിന് പറ്റിയ കറക്റ്റ് ആയിട്ടുള്ള സമയം എന്ന് ഊജിൻ ഈസുവിനോട് പറയാണ്. ഇപ്പൊ ഈസു അതിനെ എതിർക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നല്ല മഞ്ഞ് പെയ്യുന്നുണ്ട്, നീ അകത്തേക്ക് പോയിക്കോ, പിന്നെ ആ ഒരു ഗുളികകളൊക്കെ ഉണ്ടല്ലോ അതൊന്നും നീ ഇനി കഴിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഊജിൻ അവിടുന്ന് പോവാണ്. ഊജിൻ പോയതിനു ശേഷം ഊജിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാണ് കേട്ടോ. അവൾ ഒരുപാട് ഇരുന്ന് കരയുന്നൊക്കെ ഉണ്ട്. ഈസു ഒരുപാട് പ്രാവശ്യം ഊജിനെ വിളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഊജിൻ ആ നാട് തന്നെ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ കുറെ നാൾ കഴിഞ്ഞ ശേഷം അവള് മെല്ലെ ഗ്രാജുവലി പഴയ അവളുടെ നോർമൽ ആയിട്ടുള്ള ലൈഫിലേക്ക് തന്നെ തിരിച്ചു വരാണ് കേട്ടോ. ആ വിഷമമൊക്കെ മാറി അവൾ നോർമൽ ആയിട്ടുള്ള ലൈഫിലേക്ക് വന്നെങ്കിലും അവൾക്ക് ഇടയ്ക്കൊക്കെ ഊജിനെ നല്ല രീതിയിൽ മിസ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും ആലോചിക്കാനായിട്ട് അവൾക്ക് സമയം കിട്ടാത്ത രീതിയിലേക്ക് അവളുടെ ലൈഫ് വളരെ ബിസി ആക്കി വെച്ചു. അതുകൊണ്ട് തന്നെ അവൾക്ക് കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമ്മൾ കാണുന്നത് ഒരു 10 മാസത്തിന് ശേഷമുള്ള ഇസുവിനെയാണ്. അവളിപ്പോ ആ ഒരു ഫർണിച്ചർ ഷോപ്പിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇസുവിന്റെ ബോസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇന്റർനെറ്റിൽ കണ്ടിട്ടുള്ള കുറച്ച് ഫർണിച്ചറിന്റെ ഫോട്ടോസ് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഈ ഒരു കമ്പനീന്റെ പ്രൊഡക്ട്സ് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കില്ലേ, അപ്പൊ കാരണം നീ ഒരു മെയിൽ അയക്കിട്ടോ എന്ന് പറഞ്ഞിട്ട് ഇസുവിന് ആ കമ്പനീന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോകുന്നുണ്ട്. എന്നാൽ ഈ ഒരു കമ്പനീന്റെ ഫർണിച്ചേഴ്സ് കണ്ടപ്പോൾ തന്നെ ഇസുവിന് മനസ്സിലായി ഊജിൻ ഡിസൈൻ ചെയ്ത ഫർണിച്ചറുകളാണ് അത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഇസുവിന്റെ ബോസ് പറയുന്നുണ്ട്, ഊജിന്റെ സാങ്ങിന്റെ ആ ഒരു കമ്പനി ഉണ്ടല്ലോ, ഹേലക്സ് എന്ന് പറഞ്ഞ കമ്പനി, അവരുമായിട്ടുള്ള കോൺട്രാക്ട് ഏകദേശം തീരാനായി. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, അവിടെ വരെ പോയിട്ട് അവരുടെ അടുത്ത് പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്ത് വാങ്ങിക്കുമെന്ന് പറയുന്നുണ്ട്. പീസു സാങ്ങിനെ കാണാനായിട്ട് ഹേലക്സ് എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയിലേക്ക് വന്നേക്കാണ്. അതായത് ആ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് വാങ്ങിക്കാനായിട്ട് വന്നതാണ്. ആ സമയത്ത് വൂവിനെ പറ്റിയിട്ടൊക്കെ സാങ്ങിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ സാങ് അതിനെ പറ്റിയിട്ടൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊജിൻ പ്രത്യേകം പറഞ്ഞു
പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസു വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ അവനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയരുതെന്ന് അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കുന്നതിന് ഉത്തരവൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ അവള് പോവാണ്. ഞാനൊരു ബിസിനസിന്റെ ഡീല് സംസാരിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞിട്ട് ആ കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് അവൾ അവിടുന്ന് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അവൾ നിൽക്കുന്നതിന്റെ സൈഡിൽ തന്നെ കുറെ മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അതിലേക്ക് നോക്കുന്ന സമയത്ത് ചെക്ക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വന്ന മെറ്റീരിയൽ ആയിരുന്നു അത്. അപ്പോൾ അവള് സാങ്ങിനെ നോക്കിയിട്ട് ചിരിച്ചിട്ട് പറയുന്നുണ്ട്, ഈ ചെക്ക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടുന്ന് ഒരുപാട് ദൂരെയാണല്ലോ എന്ന് പറയുന്നുണ്ട്. അതായത് ഊജിൻ അവിടെയാണ് ഉള്ളതെന്ന് ഇസുവിന് മനസ്സിലായിട്ടുള്ള രീതിയിൽ. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സ്ഥലത്തുള്ള ഊജിന്റെ ആ ഒരു അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ നമ്മൾ കാണുന്നത്. അവനവിടെ പണ്ടത്തെ പോലെ തന്നെ ഫർണിച്ചർ ഒക്കെ ഉണ്ടാക്കി ഓൺലൈനായിട്ട് സെല് ചെയ്തിട്ട് അവിടെ അങ്ങനെ ജീവിക്കുകയാണ്. അപ്പൊ അവൻ ഒരുപാട് ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പൊ അവൻ എല്ലാ ദിവസവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ആ ഡെലിവറി ഒക്കെ വരുന്നുണ്ടാവുക. അപ്പൊ അവൻ അപ്പൊ തന്നെ പോയി വാതിൽ തുറക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഡെലിവറിയും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. ഒരു ദിവസം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോളിംഗ് ബെല്ല് കിട്ടിട്ട് ഡെലിവറി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവൻ വാതിൽ പോയി തുറക്കുന്നുണ്ട്. തുറന്നു നോക്കുമ്പോൾ അത് ഇസു ആയിരുന്നു. അപ്പൊ ഇസു ഊജിനോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഊജിൻ എന്ന് പറഞ്ഞിട്ട് പേരുള്ള ഒരാൾ ജീവിക്കുന്നുണ്ടോ, എനിക്ക് അയാളൊന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഊജിൻ പറയാണ്, ഇവിടെ അങ്ങനെ പേരുള്ള ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവളെ ഒഴിവാക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇസു പറയാണ്, ഇതൊരു ഫർണിച്ചർ സ്റ്റുഡിയോ അല്ലേ, ഞാനൊരു ബയ്യറാണ്, അപ്പൊ എനിക്ക് നിങ്ങളുടെ പ്രൊഡക്ട്സ് ഒക്കെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഇസു ഉള്ളിലേക്ക് ഇടിച്ച് കയറാണ് കേട്ടോ. അങ്ങനെ ഉള്ളിൽ കയറിയിട്ട് അവള് ആ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഊജിനപ്പൊ കിച്ചണിന്റെ ആ ഭാഗത്തേക്ക് പോയിട്ട് അവളെ ഫേസ് ചെയ്യാതെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇസു പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് പറയാണ്, ഞാനിപ്പോ ഒരു ബിസിനസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു, ജസ്റ്റ് ഒരു മെയിൽ അയക്കേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഊജിൻ ഇത് നീയാന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ ഏത് രൂപത്തിലാണെങ്കിലും എനിക്ക് തന്നെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് ഊജിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇസുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇസു നീ എന്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് വീണ്ടും ആ അസുഖമൊക്കെ തിരിച്ചു വരും, അതുകൊണ്ട് നീ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇസു പറയുന്നുണ്ട്, ഈ അസുഖം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ നീ എന്റെ കൂടെ ഇല്ലാത്തത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നീ ഇനി എന്നും എന്റെ കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ഇസുവും പൂജനും കൂടി പുറത്തിങ്ങനെ നിൽക്കുന്നതാണ്. ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇസു അവനോട് ചോദിക്കുന്നുണ്ട്, എടാ നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പൂജൻ പണ്ടുണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെഡിങ് റിംഗ് ഉണ്ടല്ലോ, അത് അവളുടെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും മുഖത്തോട് നോക്കി ചിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇസു പറയാണ്, നീ എന്നെ ഒന്നും കൂടി പ്രപ്പോസ് ചെയ്യുന്ന പറഞ്ഞിട്ട് അവൻ ഒന്തി തള്ളി ബാക്കോട്ട് വിടുന്നുണ്ട്. അവൻ അവിടുന്ന് അവളുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അവന്റെ പല രൂപങ്ങൾ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. ഊജിൻ അവളെ പ്രപ്പോസ് ചെയ്യാണ്. അങ്ങനെ വീണ്ടും അവർ രണ്ടുപേരും ഒന്നായത് കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്, അടിപൊളിയല്ലേ? ഈ ഒരു സിനിമയിലെ ഊജിനെ പോലുള്ള ഒരാളാണ് നിങ്ങളുടെ ലൈഫ് പാർട്ണർ എങ്കിൽ നിങ്ങൾക്ക് അയാളെ സ്നേഹിക്കാൻ കഴിയോ? ഒന്ന് കമന്റ് ചെയ്തേക്കൂ. അതുപോലെ ഇനി അങ്ങോട്ട് ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള സിനിമകൾ ഒരുപാട് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് സിനിമയുടെ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.